Hi students, today we discuss about difference equations and powers a raised to k. So the difference equations uk plus 1 is equal to a u raised to k move forward in a finite number of finite steps. A differential equation takes an infinite number of infinitesimal steps, but the two theories stay absolutely in parallel. അതായത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കണ്ടു. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ എ യു കെ എന്ന് പറയുന്ന ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ യു എന്ന് പറയുന്ന സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിഫറൻസ് ഇക്വേഷൻസിൽ യു കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എ യു കെ എന്ന് പറയുന്ന സൊല്യൂഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്നിൽ നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫൈനൈറ്റ് സ്റ്റെപ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മൂവ് ഫോർവേഡ് ഡയറക്ഷനിൽ ഫൈനൈറ്റ് സ്റ്റെപ്സിൻ്റെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫോർവേഡ് മൂവ്മെൻ്റ് ആണ് ഡിഫറൻസ് ഇക്വേഷൻസിൽ വരിക. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കേസിലാകുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് അവിടെ ഉണ്ടാവും. ഓക്കെ, എന്നാലും ഇത് രണ്ടും നമുക്ക് ഒരുപോലെ തന്നെയാണ് നമ്മളുടെ സൊല്യൂഷൻസിൽ കൺസിഡർ ചെയ്യുക. So our main objective of this section is to solve uk plus 1 is equal to a uk. അപ്പോൾ ഈ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പം ഇവിടെ ഈ ഒരു ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന കേസിൽ നമുക്ക് എ റേസ് ടു കെ എന്ന് പറയുന്ന പവേഴ്സ് അവിടെ വരും, മെട്രിസസിൻ്റെ പവേഴ്സ് അവിടെ വരും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഫിബൊനാച്ചി നമ്പേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ കൂടിയാണ് നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് ഫിബൊനാച്ചി സീക്വൻസ് എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഫിബൊനാച്ചി നമ്പേഴ്സ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഫിബൊനാച്ചി നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0, 1, 1, 2, 3, 5, 8, 13. അതായത് നമ്മുടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് സ്റ്റാർട്ടിങ് വിത്ത് 0 and 1, ദെൻ ദ അതർ നമ്പേഴ്സ് ഫോംഡ് ബൈ ആഡിങ് ദ കോൺസിക്യൂട്ടീവ് ടേംസ് അല്ലേ. ഇപ്പം 0യും 1ഉം ദെൻ 0 + 1 1, ദെൻ 1 + 1 2, 2 + 1 3, 3 + 2 5, അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണ് ഫിബൊനാച്ചി സീക്വൻസ്. അപ്പോൾ ഈ ഫിബൊനാച്ചി സീക്വൻസിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഇപ്പം എനിക്ക് kth ടേം എത്രയാണെന്ന് അറിയണം, അല്ലെങ്കിൽ k + 1th ടേം എത്ര, 1000th ടേം എത്രയാണ്, ഇത് നമുക്ക് ഈ F0ഉം F1ഉം ഒന്നും ഇല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ എവരി ഫിബൊനാച്ചി നമ്പർ ഇസ് ദ സം ഓഫ് ടു പ്രീവിയസ് എഫ്. തൊട്ട് മുന്നേ ഉള്ള രണ്ട് എഫുകൾ സം ചെയ്യുന്നതാണ് അടുത്ത ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫിബൊനാച്ചി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: fk + 2 is equal to fk + 1 plus fk. അപ്പം starting f0 is equal to 0, f1 is equal to 1. Then f2 is obtained by adding f0 and f1. f3 is obtained by adding f1 and f2. So generally fk + 2 is obtained by adding fk + 1 and fk. Okay, so how we find the 1000 terms of Fibonacci numbers without starting at f0 is equal to 0 and f1 is equal to 1. നമ്മൾ ഇതിങ്ങനെ ഈ കോൺസിക്യൂട്ടീവ് ടേംസ് എഴുതി പോകാതെ എങ്ങനെ നമുക്ക് ഈ 1000th ടേം കണ്ടുപിടിക്കാൻ പറ്റും? ഏതാണ് f1000 എന്ന് പറയുന്നത്? ആരാണ്? നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഡിഫറൻസ് ഇക്വേഷൻ fk + 2 is equal to fk + 1 plus fk എന്ന് പറയുന്ന ഡിഫറൻസ് ഇക്വേഷനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിഫറൻസ് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിനെ നമ്മളൊരു 1 സ്റ്റെപ്പ് ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ചെയ്യാണ്, ആൻഡ് ദാറ്റ് ഈസ് uk + 1 is equal to auk. ഇങ്ങനെ ഒരു 1 സ്റ്റെപ്പ് ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഈ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എടുക്കുന്നത് uk എന്ന് പറയുന്നത് fk + 1 fk എന്ന് പറയുന്ന വെക്ടറാണ്. ഓക്കെ, സോ ആ വെക്ടറിനെ നമ്മൾ a എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് uk + 1 കിട്ടും. അപ്പം എങ്ങനെയാണ് ഇത് വരുന്നത്? അപ്പം നമുക്കറിയാം fk + 2 എന്ന് പറയുന്നത് ആരാണ്? fk + 1 plus fk ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ fk + 1 ആൻഡ് വി ലെറ്റ് fk + 1 is equal to fk + 1. fk + 1നെ നമ്മൾ fk + 1 തന്നെ എടുക്കുന്നു. fk + 2ന്റെ വാല്യൂ, ഇതാണ് ഡിഫറൻസ് ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ fk + 2ന്റെ വാല്യൂ fk + 1 plus fk ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ uk + 1 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? So what is our a? A is 1110 into fk + 1 fk. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞു uk എന്ന് പറയുന്നത് ആരാണ്? fk + 1 fk ആണ്. this fk + 1 fk ആണ്. അപ്പോൾ fk + 1 is fk + 1 itself and fk + 2 is fk + 1 plus fk. ഓക്കെ, അപ്പോൾ uk + 1നെ നമുക്ക് മെട്രിക്സ് a can be written as 1 1
ഇവിടെ എഫ് കെ പ്ലസ് വൺ മാത്രമേ ഉള്ളൂ. സോ 1 0 ഇൻറ്റു എഫ് കെ പ്ലസ് വൺ എഫ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എ യു കെ. ഇതാണ് നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 1 0 ആണ്. അപ്പൊ ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ ഈ വൺ സ്റ്റെപ്പ് ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യു നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് u1 കിട്ടും അല്ലെ. യു നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് u1 ഇസ് ഈക്വൽ ടു എ യു നോട്ട് കിട്ടും. ദെൻ u2 എന്ന് പറയുന്നത് എ u1, അങ്ങനെ എങ്ങനെ പോകും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ അടുത്ത u2 കൺസിഡർ ചെയ്യുമ്പോൾ എ u1 ആണ്. എ u1 ഇസ് സിംപ്ലി എ സ്ക്വയർ യു നോട്ട് അല്ലെ, കാരണം u1 ഇസ് എ യു നോട്ട്. സോ എ u1 ബിക്കംസ് എ സ്ക്വയർ യു നോട്ട്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ടേക്ക് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോഴും നമുക്ക് എന്താ വരിക, ഒരു പവർ, എയുടെ ഒരു പവർ ആണ് വരുന്നത് അല്ലെ. സോ ദ സൊല്യൂഷൻ ടു ഡിഫറൻസ് ഇക്വേഷൻ യു കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എ യു കെ, അത് നമ്മൾ യു നോട്ടിലാണ് കൺവേർട്ട് ചെയ്തത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് യു കെ ഇസ് ഈക്വൽ ടു എ റേസ് ടു കെ ഇൻറ്റു യു നോട്ട്. ഇപ്പൊ നമ്മൾ u2 എത്തിയപ്പോൾ നമുക്ക് എ സ്ക്വയർ യു നോട്ട് കിട്ടി. അടുത്ത u3 എടുക്കുമ്പോൾ നമുക്ക് എ ക്യൂബ് യു നോട്ട് കിട്ടും. അല്ലാതെ എ u2 ആവും. എ u2 അഗെയിൻ u2 ഇസ് എ സ്ക്വയർ യു നോട്ട്. സോ ഇറ്റ് ബിക്കംസ് എ ക്യൂബ് യു നോട്ട്, റൈറ്റ്. അപ്പോൾ നമ്മുടെ ജനറലി യു കെ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, എ റേസ് ടു കെ യു നോട്ട് എന്നുള്ളതായിട്ട് മാറും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടുന്നത് ഈ എ റേസ് ടു കെ എന്ന് പറയുന്ന പവർ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ എ നമ്മളുടെ കയ്യിലുണ്ട്. എ എന്ന് പറയുന്നത് 1 1 1 0 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഇനി എ റേസ് ടു കെ എന്ന് പറയുന്ന പവർ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അത് നമ്മൾ ഈ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഉപയോഗിച്ചിട്ട്, എയുടെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഉപയോഗിച്ച് നമുക്ക് ഈ പവർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് എങ്ങനെ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയഗണലൈസേഷൻ പഠിച്ചിരുന്നു അല്ലെ. അപ്പം എയിനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കറിയാം ഈ എസ് ഇൻവേഴ്സ് എ എസ് ഇസ് ഈക്വൽ ടു ലാംഡയാണ്, ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ അതിന്റെ പവർ എ റേസ് ടു കെയുടെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ആരായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു, ഈ ലാംഡ ഐസിന്റെ പവേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എസ് എ റേസ് ടു കെ എസ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ലാംഡ റേസ് ടു കെ ഫോമിൽ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഐഗൻ വെക്ടേഴ്സിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് ലാംഡ ഐസിന്റെ പവേഴ്സ് ആയിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എ റേസ് ടു കെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. If A can be diagonalized, A is equal to S lambda S inverse, then A raised to K comes from lambda raised to K. UK is equal to A raised to K U naught, that is S lambda. A is S lambda S inverse, S lambda S inverse, etc. S lambda S inverse K times into U naught. That is equal to S lambda raised to K S inverse U naught. The columns of S are the eigenvectors of A. Writing S inverse U naught is equal to C. The solution becomes UK is equal to S lambda raised to K C. That is equal to x1 etc. xn into lambda 1 raised to K etc. lambda n raised to K into C1 etc. Cn. That is C1 lambda raised to K x1 plus etc. plus Cn lambda n raised to K xn. After K steps, UK is a combination of the n pure solutions lambda raised to K x. അപ്പോൾ എയിനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ മെട്രിക്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. എൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ് ഉള്ള മെട്രിക്സുകളെ മാത്രമേ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന എയിനെ ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എയിനെ എങ്ങനെ എഴുതാം, എസ് ലാംഡ എസ് ഇൻവേഴ്സ് എന്ന് എഴുതാം. തിരിച്ച് എസ് ഇൻവേഴ്സ് എ എസ് ആണ് നമ്മൾ ലാംഡ എന്ന് പറഞ്ഞത് എങ്കിൽ എയിനെ എങ്ങനെ എഴുതാം, എസ് ലാംഡ എസ് ഇൻവേഴ്സ് എന്ന് എഴുതാം. സോ with this equation we can find a raised to k from lambda raised to k. Okay, അപ്പോൾ നമുക്കറിയാം uk is equal to a raised to k u naught ആണ്. അപ്പോൾ ഓരോ a raised to k means a into a into a etc. k times. അപ്പോൾ aക്ക് പകരം എന്ത് കൊടുക്കാം, നമുക്ക് s lambda s inverse കൊടുക്കാം. So s multiplying s lambda s inverse k times and combining s inverses, this all becomes identity and here comes lambda into lambda k times. So the equation becomes s lambda raised to k s inverse u naught. So uk, the solution for uk becomes s lambda raised to k s inverse u naught. Now the columns of s, what are the columns of s? These are the eigenvectors of a, right? So writing s inverse u naught is equal to c, the solution becomes uk is equal to s lambda raised to k c. നമ്മളിവിടെ s inverse u naught ന് പകരം c എന്ന് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സൊല്യൂഷൻ uk എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, s
lambda raised to k into c, that is x1 etc. xn, x1 etc. xn into lambda 1 raised to k etc. lambda n raised to k into c1 etc. cn, that is c1 lambda raised to k x1 plus etc. plus cn lambda n raised to k xn. Okay. ഇനി k സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും യു കെ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ലാംഡ റേസ് ടു കെ എക്സുകളുടെ കോമ്പിനേഷൻ n കോമ്പിനേഷൻസ് ആയിട്ട് മാറും യു കെ എന്ന് പറയുന്ന സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഈ ഫോർമുല നമുക്ക് യു കെ ഇസ് ഈക്വൽ ടു എസ് ലാംഡ റേസ് ടു കെ എസ് ഇൻവേഴ്സ് യു നോട്ട് എന്ന് പറയുന്ന സൊല്യൂഷൻ, അതുപോലെ തന്നെ അതിനെ മറ്റൊരു രീതിയിൽ എസ് ഇൻവേഴ്സ് യു നോട്ട് ഇസ് ഈക്വൽ ടു സി കൊടുത്തിട്ട് നമുക്ക് യു കെ ഇസ് ഈക്വൽ ടു എസ് ലാംഡ റേസ് ടു കെ സി ഫോമിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഫോർമുല എ റേസ് ടു കെ എന്ന് പറയുന്നത് എസ് ലാംഡ റേസ് ടു കെ എസ് ഇൻവേഴ്സ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. നമ്മുടെ സെക്കൻഡ് അപ്രോച്ചിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്താണ്. അവിടെ പ്യുവർ എക്സ്പൊണൻഷ്യൽ സൊല്യൂഷൻ ഇ റേസ് ടു ലാംഡ ഐ റേസ് ടു ടി എക്സ് ഐ എന്നുള്ളത് ഇവിടെ എന്തായിട്ട് മാറിയെന്നേ ഉള്ളൂ, ലാംഡ ഐ റേസ് ടു കെ എക്സ് ഐ ആയി മാറി. ഇവിടെ നമ്മൾ സൊല്യൂഷൻസ് വരുന്നത് ഈ ലാംഡ ഐ റേസ് ടു കെ എക്സ് ഐകളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എഴുതിയപ്പം ഇ റേസ് ടു ലാംഡ ഐ ടി എക്സ് ഐകളുടെ സൊല്യൂഷൻ ആയിട്ടാണ്, കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ സൊല്യൂഷൻ എഴുതിയത്. ഇവിടെ ലാംഡ ഐ റേസ് ടു കെ എക്സ് ഐകളുടെ സൊല്യൂഷൻ ആയിട്ട് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ സൊല്യൂഷൻസ് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഐഗൻ വെക്ടേഴ്സ് എക്സ് ഐ ആർ ആംപ്ലിഫൈഡ് ബൈ ദ ഐഗൻ വാല്യൂസ് ലാംഡ ഐ. എക്സ് ഐകൾ ആരെ കൊണ്ട് കിട്ടുന്നതാണ്? നമ്മുടെ ലാംഡ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നതാണ്. ബൈ കമ്പൈനിങ് ദീസ് സ്പെഷ്യൽ സൊല്യൂഷൻസ് ടു മാച്ച് യു നോട്ട്, ദാറ്റ് ഈസ് വേർ സി കെയിം ഫ്രം, വി റിക്കവർ ദ കറക്റ്റ് സൊല്യൂഷൻ യു കെ ഇസ് ഈക്വൽ ടു എസ് ലാംഡ റേസ് ടു കെ എസ് ഇൻവേഴ്സ് യു നോട്ട്. അപ്പൊ ഈ സ്പെഷ്യൽ സൊല്യൂഷൻസിൽ നിന്ന് നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നു? നമ്മുടെ സിയുടെ വാല്യൂം കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അതായത് എസ് ഇൻവേഴ്സ് യു നോട്ടിനെ നമ്മൾ സി എന്ന് അസ്യൂം ചെയ്തിരുന്നു, അപ്പൊ അതും കൂടെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സൊല്യൂഷൻ യു കെ ഇസ് ഈക്വൽ ടു എസ് ലാംഡ റേസ് ടു കെ എസ് ഇൻവേഴ്സ് യു നോട്ട് എന്നുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ഫിബൊനാച്ചിയുടെ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഐഗൻ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് അല്ലെ. നോർമലി നമ്മൾ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ ഐഗൻ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എ മൈനസ് ലാംഡ ഐ, ദാറ്റ് ഈസ് 1 മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? 1 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് 1, ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് 1. ഇതാണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഐഗൻ വാല്യൂസ് കിട്ടി. ലാംഡ 1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് √5/2 ആൻഡ് ലാംഡ 2 ഇസ് 1 മൈനസ് √5/2. ഇവിടെ ഇപ്പം നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, അപ്പം നമ്മൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a) അപ്ലൈ ചെയ്തിട്ട് വേണം ലാംഡകൾ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മുടെ ലാംഡാസ് കിട്ടി. ലാംഡ 1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് √5/2 ആൻഡ് ലാംഡ 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് √5/2. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താ, ഇതിന്റെ ഐഗൻ വെക്ടേഴ്സും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഈ ഐഗൻ വെക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ നമുക്ക് എ മൈനസ് ലാംഡ ഐയുടെ സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വന്നിരിക്കുന്നത് 1 മൈനസ് ലാംഡയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഐഗൻ വെക്ടേഴ്സിന്റെ ഫോം എന്ന് പറയുന്നത് ലാംഡ 1 എന്നുള്ളതായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു വലിയൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാടാണ് ഇതിനെ സോൾവ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ലാംഡ ഇട്ട് തന്നെ ജസ്റ്റ് സോൾവ് ചെയ്യും. ലാംഡയിൽ തന്നെ ഐഗൻ വെക്ടേഴ്സ് സോൾവ് ചെയ്ത് പറയാണ്. അപ്പോൾ എ മൈനസ് ലാംഡ ഐ ആണ്. അപ്പൊ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് ആരായിരുന്നു? 1 മൈനസ്, നമുക്ക് എ മൈനസ് ലാംഡ ഐ എക്സ് ഈക്വൽ ടു 0 ആണ് സോൾവ് ചെയ്യേണ്ടുന്നത്. അപ്പൊ അത് എക്സ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതേ ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് സം വൈ സെഡ് ഇസ് ഈക്വൽ ടു 0 0. അപ്പൊ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് ഈ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുക? 1 മൈനസ് ലാംഡ 1, ദെൻ 1 മൈനസ് ഇത് ഈ 1 എന്തായി മാറും? 0 ആയി മാറും. സോ ദിസ് ഇസ് 1 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് 1 എന്നുള്ളതായിട്ട് മാറും അല്ലെ. അപ്പൊ ആ 1 മൈനസ് ലാംഡ ഇൻറ്റു
മൈനസ് ലാംഡ മൈനസ് 1 എന്നുള്ളതാണ് നമ്മളിവിടെ എന്തായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഡിറ്റർമിനന്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് 1 ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാംഡ അതിൽ നമ്മുടെ ലാംഡ 1 കൊടുക്കുമ്പോഴത്തേക്കും എ മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 ഇല്ല. ഇവിടെ ഞാൻ ലാംഡ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതെന്തായി പോകും, 0 ആയി പോകും. അതുപോലെ ലാംഡ 2 കൊടുത്താലും ഇതെന്തായി പോകും, 0 ആയി പോകും. അപ്പൊ ലാംഡ 1ന്റെ കേസിലും ലാംഡ 2ന്റെ കേസിലും നമ്മുടെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് എന്താണ്, 0 0 ആണ് നമുക്ക് കിട്ടുക. സോ ദാറ്റ് മീൻസ് അവർ വൺ ഓഫ് അവർ വേരിയബിൾ ഇസ് വാട്ട്, ഫ്രീ വേരിയബിൾ, റൈറ്റ്. അപ്പൊ നമുക്ക് z ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ മെട്രിക്സിൽ നിന്ന് നമ്മുടെ രണ്ട് ഇക്വേഷൻസ് കിട്ടുക. ഒന്ന് 1 മൈനസ് ലാംഡ y പ്ലസ് z ഇസ് ഈക്വൽ ടു 0, അടുത്തത് y മൈനസ് ലാംഡ z ഇസ് ഈക്വൽ ടു 0. ഇപ്പൊ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് y ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്, അത് നമുക്ക് വേണ്ട. ഇതിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇതിലേക്ക് പോകുമ്പോൾ y ഇസ് ഈക്വൽ ടു ലാംഡ z എന്നുള്ള കണ്ടീഷൻ കിട്ടും. അപ്പൊ z ഇസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ അസ്യൂം, z ഫ്രീ വേരിയബിൾ ആണ്. അപ്പൊ z നമ്മൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y എന്തായിട്ട് കിട്ടും, y ഇസ് ലാംഡ. അപ്പൊ നമുക്ക് x ഇസ് ഈക്വൽ ടു ലാംഡ 1 എന്ന് പറയുന്നതാണ് ആര്, ഐഗൻ വെക്ടർ. അത് ലാംഡ 1 കൊടുത്താലും ശരി ലാംഡ 2 കൊടുത്താലും ശരി ഈ ഒരു ഫോമിലാണ് നമുക്ക് ഐഗൻ വെക്ടർ കിട്ടുക. സോ ഐഗൻ വെക്ടർ ഇസ് x ഇസ് ഈക്വൽ ടു ലാംഡ 1. ഇനി ആദ്യത്തെ ഫിബൊനാച്ചി നമ്പർ f0 എന്ന് പറയുന്നത് ആരാണ്, 0 ആണ്. f1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് u0ലേക്ക് പോകാം. ആൻഡ് എസ് ഇൻവേഴ്സ് യു ദെൻ അത് ഉപയോഗിച്ച് എസ് ഇൻവേഴ്സ് u0 ഇസ് ഈക്വൽ ടു സിയിലേക്ക് പോകാം. ഇപ്പൊ u0 എന്ന് പറയുന്നത് എസ് ഇൻവേഴ്സ് u0, അപ്പൊ u0 എന്ന് പറയുന്നത് ആരായിട്ട് കിട്ടും, നമുക്ക് 1 0 ആയിട്ട് കിട്ടും അല്ലേ. സോ ആ u0 ഉപയോഗിച്ച് നമുക്ക് എസ് ഇൻവേഴ്സ് u0 ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എസ് ഇൻവേഴ്സ് u0 എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ഐഗൻ വെക്ടേഴ്സ് കൊണ്ട് ഫോം ചെയ്യുന്ന മെട്രിക്സ് ആണ്. അപ്പൊ ലാംഡ 1 1 ആൻഡ് ലാംഡ 2 1 ഇതാണ് നമ്മുടെ ഐഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് ഇൻറ്റു 1 0. അപ്പൊ ലാംഡ 1 1 ലാംഡ 2 1ന്റെ ഇൻവേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, നമുക്ക് ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഐഡന്റിഫൈ ചെയ്യണം. ഡിറ്റർമിനന്റ് ഇസ് ലാംഡ 1 മൈനസ് ലാംഡ 2. അപ്പൊ അതെന്തായാലും 0 അല്ല, കാരണം അവർ രണ്ടുപേരും ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ആണ്. ലാംഡ 1 മൈനസ് 2 മൈനസ് ലാംഡ 2 ഇസ് ദ ഡിറ്റർമിനന്റ്. ഇനി അതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ് ആണ് എഴുതേണ്ടുന്നത്. സോറി, ഇവിടെ ലാംഡ 1 ഇസ് ഈക്വൽ ടു 1 ആണ്. ലാംഡ 1 ഇസ് ഈക്വൽ ടു 1ഉം ലാംഡ 2 ഇസ് ഈക്വൽ ടു 0.7 ആണ്. അപ്പൊ രണ്ട് ഐഗൻ വാല്യൂസ് ആണ്. ലാംഡ 1 ഇസ് ഈക്വൽ ടു 1, ലാംഡ 2 ഇസ് ഈക്വൽ ടു 0.7. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മെട്രിക്സ് ലാംഡ ഇസ് 1.7 ഇൻറ്റു എസ് ഇൻവേഴ്സ് ഇസ് 1 1 1 മൈനസ് 2. ഇനി എ റേസ് ടു കെ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടുന്നത്. അപ്പോൾ എസ് ലാംഡ എസ് ഇൻവേഴ്സ് എന്നുള്ളത് എന്തായിട്ട് മാറും, എസ് ലാംഡ റേസ് ടു കെ എസ് ഇൻവേഴ്സ് എന്നുള്ളതായിട്ട് മാറും. സോ വൈ കെ ഇസഡ് കെ ബിക്കംസ് എ റേസ് ടു കെ ഇൻറ്റു വൈ നോട്ട് ഇസഡ് നോട്ട്, ദാറ്റ് ഇസ് 2/3 1/3 മൈനസ് 1/3 ഇൻറ്റു 1 raised to k 0.7 raised to k 1 1 1 minus 2 into y naught z naught. അതാണ് a raised to k എന്നുള്ളത് നമുക്ക് കിട്ടുക. കാരണം a എന്ന് പറയുന്നത് ഇതാണ് s ലാംഡ s ഇൻവേഴ്സ്. അപ്പോൾ a raised to k എന്നുള്ളത് എന്താവും, s ലാംഡ raised to k s ഇൻവേഴ്സ് ആയിട്ട് മാറി. ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിന് നമുക്ക് y naught പ്ലസ് z naught into 2/3 1/3 പ്ലസ് y naught minus 2z naught into 0.7 raised to k into 1/3 minus 1/3 ഈ ഒരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അതായത് ഇവിടെ നോക്കിയേ, ദിസ് വൺ ഇസ് ഇതിനെ ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y naught പ്ലസ് z naught into 0.1 raised to k എന്നുള്ളതാണ് വരുന്നത്. സോറി, 1 raised to k എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ 1 raised to k ആയതുകൊണ്ടാണ് ഇവിടെ അത് എഴുതാഞ്ഞത്. ഇൻറ്റു മെട്രിക്സ് 2/3 1/3. ഇനി അടുത്ത ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y naught മൈനസ് 2z naught അതേ ഇൻറ്റു 0.7 raised to k. ഓക്കെ, അപ്പോൾ 0.7 raised to k ഇൻറ്റു അടുത്ത കോളം മെട്രിക്സ് 1/3 മൈനസ് 1/3. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. C1 ലാംഡ 1 raised to k x1 പ്ലസ് C2 ലാംഡ 2 raised to k x2. ഇവിടെ ആക്ച്വലി ലാംഡ 1 raised to k ഇല്ല, കാരണം ലാംഡ 1 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഡ 1 raised to k എന്നുള്ള വാല്യൂ അവിടെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി 0.7 raised to k എന്നുള്ളത് നമ്മുടെ kയുടെ വാല്യൂസ് കൂടുന്തോറും എന്താ സംഭവിക്കുക, 0.7 raised to k എന്താ സംഭവിക്കുക, അത് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. and the solution approaches a limiting state u infinity is equal to ordered pair y infinity z infinity. ഇനി സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താവും,
y infinity z infinity is equal to y naught plus z naught into 2 by 3 1 by 3. കാരണം 0.7 raised to k യുടെ ടേം എങ്ങോട്ടേക്ക് പോകും? സീറോയ്ക്ക് അപ്രോച്ച്. ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും അത് സീറോയ്ക്ക് അടുത്തേക്ക് പോകും. അപ്പോൾ ആ ഒരു ടേം നമുക്ക് വാനിഷ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് y naught plus z naught into 2 by 3 1 by 3 എന്നുള്ള കേസിലേക്ക് പോകും. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നതിന് മാറ്റമൊന്നുമില്ല. ദാറ്റ് ഈസ് y naught plus z naught തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2/3 ഈ പോപ്പുലേഷനിൽ 2/3 ആൾക്കാർ എവിടെയാണ്? ഔട്ട്സൈഡ് കാലിഫോർണിയ ആണ്. 1/3 ആൾക്കാർ ഇൻസൈഡ് കാലിഫോർണിയ ആണ്. ഇനി ഇവിടുന്ന് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എഴുതാം. ദാറ്റ് ഈസ് a u infinity is equal to u infinity എന്നുള്ള കേസിലേക്ക്. That means the steady state is eigenvector of a corresponding to lambda is equal to 1. അപ്പോൾ നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 2/3 1/3 എന്നുള്ള ഇക്വേഷൻ വെക്ടർ ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആണ് അതല്ലേ. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഇസ് ദ ഐഗൻ വെക്ടർ ഓഫ് എ കറസ്പോണ്ടിങ് ടു ലാംഡ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നൗ മാർക്കോവ് മെട്രിക്സിന്റെ ഇപ്പം നമ്മൾ ഈ ഒരു എക്സാമ്പിളിലാണ് നമ്മൾ ഈ മാർക്കോവ് മെട്രിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എ മാർക്കോവ് മെട്രിക്സ് എ ഹാസ് ഓൾ aij ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വിത്ത് ഈച്ച് കോളം ആഡിങ് ടു 1. മാർക്കോവ് മെട്രിക്സ് കൺസിഡർ ചെയ്താൽ എല്ലാ എൻട്രീസും എന്തായിരിക്കും? പോസിറ്റീവ് എൻട്രീസ് ആയിരിക്കും. മാത്രമല്ല ഓരോ കോളത്തിലുള്ള ആൾക്കാരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും കിട്ടുക. ഇനി ലാംഡ 1 ഈക്വൽ ടു 1 ഇസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ. എല്ലായ്പ്പോഴും ലാംഡ 1 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ഐഗൻ വാല്യൂ ആയിരിക്കും. അതിന്റെ ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആയിരിക്കും. അതായിരിക്കും നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുക. ദാറ്റ് ഈസ് ax1 ഈക്വൽ ടു x1 എന്ന് പറയുന്ന സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്ന ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ആരാണ്? ലാംഡ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഐഗൻ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഐഗൻ വാല്യൂം അതിന്റെ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടറോട് ചേർന്നിട്ടുള്ളതായിരിക്കും നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുക. അതർ ഐഗൻ വാല്യൂ സാറ്റിസ്ഫൈ നോം ലാംഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ബാക്കി ഏത് ഐഗൻ വാല്യൂസ് നമ്മൾ എടുത്താലും അതിന്റെ നോം വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും കിട്ടുക. If a or any power of a has all positive entries, these other mod lambda below 1, the solution a raised to k into 0 approaches a multiple of x1, which is the steady state u infinity. ഇനി എയോ അല്ലെങ്കിൽ എയുടെ ഏതെങ്കിലും ഒരു പവറോ എല്ലാം പോസിറ്റീവ് എൻട്രീസ് ആണെന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ എന്താണ് മറ്റ് ലാംഡ ഐകൾ മോഡ്ലെസ് ലാംഡ ഐകളുടെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതായിരിക്കും വരിക. ദെൻ എ റേസ് ടു കെ ഇൻ ടു യു നോട്ട് എന്ന് പറയുന്ന സൊല്യൂഷൻ x1ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് ഇവിടുത്തെ സ്റ്റഡി സ്റ്റേറ്റ് യു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ആ ഒരു കേസിൽ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് x1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ x1ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എ റേസ് ടു കെ യു നോട്ട് എന്നുള്ള വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ, നൗ ദ സ്റ്റെബിലിറ്റി ഓഫ് യു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ യു കെ. അതായത് യു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ യു കെ ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. അതിന് എന്ത് സംഭവിക്കുന്നു? അതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് നമ്മുടെ എയിനെ ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. യു കെ എന്ന് പറയുന്നത് പ്യുവർ സൊല്യൂഷൻസിന്റെ കോമ്പിനേഷൻ ആണ് എന്നുള്ള കേസാണ്. അപ്പം സൊല്യൂഷൻ അറ്റ് ടൈം കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? യു കെ ഇസ് ഈക്വൽ ടു എസ് ലാംഡ റേസ് ടു കെ എസ് ഇൻവേഴ്സ് യു നോട്ട് എന്നുള്ളതായിരിക്കും സൊല്യൂഷൻ. ദാറ്റ് ഈസ് നമുക്ക് കിട്ടി C1 ലാംഡ 1 റേസ് ടു കെ x1 പ്ലസ് എക്സെട്ര Cn ലാംഡ n റേസ് ടു കെ xn എന്നുള്ളത്. ഈ യു കെയുടെ ഗ്രോത്ത് ആരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വരിക? ലാംഡ ഐ റേസ് ടു കെനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വരുന്നിരിക്കുന്നത് അല്ലേ. ദാറ്റ് മീൻസ് ഈ സ്റ്റെബിലിറ്റി യു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ യു കെയുടെ സ്റ്റെബിലിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്താണ് വരിക? ഐഗൻ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഡിഫറൻസ് ഇക്വേഷൻ യു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ യു കെ ഇസ് stable if all eigenvalues satisfy mod lambda i less than 1. Neutrally stable if some mod lambda is equal to 1 and all other mod lambda i less than 1. And unstable if at least one eigenvalue has mod lambda i greater than 1. അപ്പോൾ എപ്പോഴാണ് നമുക്ക് സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റുക? യു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ യു കെ എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റേബിൾ ആണ് എന്ന് പറയണമെങ്കിൽ എല്ലാ ഐഗൻ വാല്യൂസിന്റെയും മോഡ്ലെസ് വാല്യൂ എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. ഇനി ന്യൂട്രലി സ്റ്റേബിൾ എന്ന് പറയണമെങ്കിൽ ചില ഐഗൻ വാല്യൂസിന്റെ മോഡ്ലെസ് വാല്യൂ 1 ആകുകയും ബാക്കിയുള്ളവരുടെ എല്ലാം ലെസ് ദാൻ 1 ആകുകയും ചെയ്താൽ
ന്യൂട്രലി സ്റ്റേബിൾ എന്ന് പറയാം. ഇനി അൺസ്റ്റേബിൾ ആകുന്നത് എപ്പോഴാണ്? ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മോഡുലസ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. അപ്പൊ സ്റ്റേബിളിന്റെ കേസിൽ നമുക്ക് a raised to k യുടെ പവേഴ്സ് സീറോയോട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ആരുടെയും പവർ യു കെയുടെയും കേസ്. യു കെ ഇസ് ഈക്വൽ ടു a raised to k u നോട്ടും എങ്ങോട്ടേക്ക് തന്നെ പോവും? സീറോയിലേക്ക് തന്നെ പോവും. ഓക്കെ, നൗ എൻ്റെ എക്സാമ്പിൾ നോക്കാം. ദിസ് മെട്രിക്സ് ഈസ് സർട്ടൻലി സ്റ്റേബിൾ. അപ്പൊ മെട്രിക്സ് എന്ന് പറയുന്നതാണ് 0 4 0 1/2. അപ്പൊ നോക്കുമ്പോൾ ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പൊ അതിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ആരായിരിക്കും? 0യും 1/2 ആയിരിക്കും അല്ലെ. ഇനി യു നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് യു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ യു കെ എന്നുള്ള കണ്ടീഷനിൽ നിന്ന് പോവുകയാണെങ്കിൽ യു നോട്ട് ഇസ് 0 1. ടേക്കിംഗ് യു നോട്ട് ഈക്വൽ 0 1, ദെൻ u1 എന്നുള്ളത് എന്തായിട്ട് മാറും? എ യു നോട്ട് ആണ് അല്ലെ. ദാറ്റ് ഈസ് 4 1/2. ദെൻ u2 ഇസ് a ഇൻറ്റു u1 അല്ലെങ്കിൽ a സ്ക്വയർ ഇൻറ്റു യു നോട്ട്. അപ്പൊ നമുക്ക് ഇവിടെ a ഇൻറ്റു u1 കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ u2 ഇസ് ഈക്വൽ ടു 2 1/4. ദെൻ u3 ഇസ് ഈക്വൽ ടു 1 1/8. ദെൻ u4 ഇസ് ഈക്വൽ ടു 1/2 1/16. ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം ലാംഡ ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന ഐഗൻ വാല്യൂ ആണ് ഇവിടെ നമുക്ക് ആരെ കിട്ടുക? ഡി കെ പ്രോസസ്സിൽ വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും ഓരോ യു കെകളുടെ പ്രത്യേകത എന്താണ്? യു കെ ഇസ് 1/2 യു കെ -1 ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓരോ ടൈമിലും യു കെ എന്ന് പറയുന്നത് 1/2 യു കെ -1 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി യു നോട്ടിനെ രണ്ട് ഐഗൻ വെക്ടേഴ്സിന്റെ സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു കെക്ക് ഒരു ജനറൽ ഫോർമുല നമുക്ക് കൊണ്ടുവരാം. ഇഫ് യു നോട്ട് ഇസ് ഈക്വൽ ടു 8 1 പ്ലസ് -8 0, ഈ ഒരു ഫോമിലേക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ യു നോട്ട് ഇസ് 0 1 ആണ്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു 8 1 പ്ലസ് -8 0. അപ്പൊ അത് 0 1 തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ യു കെനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 1/2 raised to k into 8 1 plus 0 raised to k into -8 0. അപ്പൊ നമുക്ക് k is equal to 0 കൊടുക്കുമ്പോൾ ട്രിവിയൽ ആണ്. k is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യു നോട്ട് തന്നെ കിട്ടും. ഇനി u1 എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? 1/2 into 8 1 എന്നുള്ള കേസിൽ വരും അല്ലെ. പ്ലസ് 0 raised to 1. അപ്പൊ ബാക്കി അങ്ങോട്ടേക്കുള്ള എല്ലാ ടേംസിലും ഈ സെക്കൻഡ് ടേം 0 ആയി പോകും. അപ്പൊ പിന്നെ അവിടെ 1/2 raised to k into 8 1 എന്നുള്ള കേസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ എന്താ വരിക? 1/2 into 8 1, that is 1/2 into 8 is 4, then 1/2 into 1 is 1/2. അപ്പൊ 4 1, u1 is 4 1. u2 എടുക്കുകയാണെങ്കിൽ 1/2 the whole square, that is 1/4 into 8 1. അപ്പൊ 1/4 ആകുമ്പോൾ 8/4 2, then 1/4. ഇനി u3 ആകുമ്പോഴോ 1/2 the whole cube, that is 1/8 അല്ലെ. അപ്പൊ 1/8 ഉം 8 ഉം കൂടെ ആയപ്പോൾ 1, then 1 into 1/8 1/8. അപ്പൊ ഇങ്ങനെ നമുക്ക് ബാക്കി എല്ലാ യു ഐസും ഏതിൽ നിന്ന് ഫോം ചെയ്യാം? ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നൗ ദ Frobenius theorem gives the key properties of a positive matrix. Positive matrix means all entries are positive. എന്താണ് പോസിറ്റീവ് മെട്രിക്സിന്റെ പ്രോപ്പർട്ടി എന്ന് നോക്കാം. ഇഫ് A is a positive matrix, so is its largest eigenvalue λ1 greater than all other mod lambda I. Every component of the corresponding eigenvector x1 is also positive. A എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ലാർജസ്റ്റ് ഐഗൻ വാല്യൂവും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് λ1 greater than all other modulus lambda I ആയിരിക്കും. ഓക്കെ, ആൻഡ് എവറി കമ്പോണന്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ x1 is also positive. അതുപോലെ x1 എന്ന് പറയുന്ന, അതായത് ഈ λ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ x1ന്റെയും എല്ലാ കമ്പോണൻസും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.